വാശിയേറിയ മാസമൊന്നും പൂർത്തിയാക്കി കലാശം കുട്ടിയിറങ്ങി നിശബ്ദ പ്രചാരണ ദിവസവും കേരളം കണ്ടത് ആരോപണ പെരുമഴയാണ്, വാക്പോരിന്റെ വിരൽ ചൂണ്ടലാണ്. അതിന് തുടക്കമിട്ടത് കെ സുധാകരൻ, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ BJP-യിലേക്ക് പോകാൻ ചർച്ചകൾ നടത്തിയെന്നും കാവിക്കൂടാരം കയറാനുള്ള മധുരമനോഹര വാഗ്ദാനം മഹാരാഷ്ട്ര ഗവർണർ പദവിയാണെന്നും കണ്ടമട്ടിൽ ആധികാരികമായി ആരോപിക്കുകയാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് നിരാകരണ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ എത്തിയതാണ് പാവം പാർട്ടി പ്രവർത്തകർക്കും നമ്മൾ പൊതുജനത്തിനും അറിയാത്ത അധികാര രാത്രിവാഴ്ചകളുടെ കള്ളക്കൂറിന്റെ കോടികൾ പൂത്തുമറിയുന്ന തുരങ്ക വഴികളിലെ പവർ ബ്രോക്കർ ദല്ലാൽ നന്ദകുമാർ. വന്നിട്ട് ആരോപണങ്ങളുടെ ഒരു കാർപ്പറ്റ് ബോംബിംഗ് ആണ്. കോൺഫിഡൻസോടെ വെല്ലുവിളിച്ച് പറഞ്ഞ വാക്കുകൾ ഓരോന്നിലും കോംപ്രമൈസ് കോക്കസ് പൊളിറ്റിക്സിന്റെ ഒരു ഭീമാകാരം സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച നാറ്റമാണ്. ഈ കേരളത്തിൽ ഒരേ ഒരു സീറ്റെങ്കിലും നേടിയെടുക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന് ലെഫ്റ്റ് ഒന്ന് കണ്ണടച്ചാൽ ലാവലിനും സ്വർണ്ണക്കടത്തുമടക്കം കേസുകൾ ആറടി മണ്ണിൽ അടക്കം ചെയ്യാമെന്ന് കേരളത്തിന് ചുമതലയുള്ള ഒരു പ്രഭാരി നാണം കെട്ട് കേണുകെഞ്ചി എന്നാണ് പവർ ബ്രോക്കറുടെ വാക്കുകൾ കള്ളമാണെന്നും ആ പറഞ്ഞ കൂടിക്കാഴ്ചകൾ ഒന്നുപോലും നടന്നിട്ടില്ലെന്നും ഉറപ്പോടെ പറയുമോ ജാവദേക്കർ? അന്ന് ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്ര യാത്രയിൽ കണ്ണൂരിൽ പോലും പങ്കെടുക്കാത്ത ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഈ ദല്ലാളിന്റെ അമ്മയ്ക്ക് ഹാരമണിയിക്കാൻ ഓടിപ്പാഞ്ഞെത്തിയെങ്കിൽ ആ ബന്ധം വല്ലാത്ത ബന്ധമാണ്. അതേ ജയരാജൻ താമര പാർട്ടിയിൽ കയറാൻ ചർച്ചകൾ 90% പൂർത്തിയാക്കിയെന്ന് പുത്രൻ സഖാവിന്റെ വാട്സാപ്പ് ചാറ്റും കാണിച്ച് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ്, ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി. അത് കള്ളമാണെങ്കിൽ ഒന്ന് വെല്ലുവിളിക്കാൻ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കാൻ ധൈര്യമുണ്ടാകണം ജയരാജൻ. അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി പൊരുവയിലെത്ത് കരിഞ്ഞു ചോര നീരാക്കിയ പണക്കാരില്ലാത്ത പ്രവർത്തകരെ വഞ്ചിക്കലാണ്. ആ പ്രസ്താവനകൾ കേരളത്തിൽ എതിരാളി BJP എന്ന് ഇല്ലാത്ത വലിപ്പം വീർപ്പിക്കലിൽ, സാഫ്രൺ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്നൊരു വഴിവിട്ട അവാർഡ് കൊടുക്കലിൽ, വൈദികം ദുരൂഹതയിലൊക്കെയൊക്കെ അധമക്കരാറിന് നാറ്റം മണക്കുന്നുണ്ട് നേരത്തെ പ്രതിപക്ഷം. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും ഈ ആരോപണ പ്രത്യാരോപണങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും കൊടും ചൂടിൽ മടുത്തിരിക്കാതെ നാളെ കേരളം ഒന്നാകെ ആർജവത്തോടെ പുറത്തിറങ്ങണം. രാഷ്ട്രീയ ബോധ്യത്തോടെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ നിറയണം. അധമ രാഷ്ട്രീയത്തിന്, അഴിമതി രാഷ്ട്രീയത്തിന്, ആർത്തി രാഷ്ട്രീയത്തിന് ഉളുപ്പില്ലാതെ വിദ്വേഷം വിളമ്പുന്ന വെറുപ്പിന്റെ വക്താക്കൾക്ക് മുഖം തീർത്ത പ്രഹരമാകണം വോട്ടുകൾ ഓരോന്നും. കരുത്തോടെ വാഴട്ടെ ജനായത്തം, ജനാധിപത്യം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം.